നമസ്കാരം, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ് വളരുന്നത്. അക്കാലത്ത് അവർക്ക് ലഭിക്കുന്ന പരിലാളനത്തിന്റെ ഗുണം കുഞ്ഞുങ്ങളുടെ ശാരീരികവും ബുദ്ധിപരവുമായ വികാസത്തെ സ്വാധീനിക്കും. ശരിയായ അറിവിന്റെ അഭാവത്തിൽ വേണ്ടത്ര സംരക്ഷണം നൽകാത്തത് മൂലം ചില കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഡോക്ടേഴ്സ് ക്യാബിനിൽ ചർച്ച ചെയ്യുന്നത് ശിശു സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കലൂർ PVS മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജോണി VF ആണ്. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഗർഭകാലത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ ഗർഭകാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഗർഭകാലത്ത് ഉള്ള അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ പ്രവർത്തനങ്ങളും കുട്ടിയുടെ ഓവറോൾ വളർച്ചയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള വിശ്രമം, ശരിയായ രീതിയിലുള്ള ഭക്ഷണം, പിന്നെ റെഗുലറായിട്ടുള്ള ആൻറ്റിനേറ്റൽ ചെക്കപ്പ്, ഡോക്ടറെ അടുത്ത് പോയിട്ട് കുട്ടിയുടെ ഗർഭാവസ്ഥയിലുള്ള അവസ്ഥകളും അതിൻ്റെ പ്രോഗ്രസ്സും റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അനീമിയ, രക്തം കുറവുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കാറുണ്ട്. അയൺ ആൻഡ് ഫോളിക് ആസിഡ് ജനറലി ഈസ് ഗിവൺ ഫോർ ഓൾ ദ മദേഴ്സ് ഡ്യൂറിങ് നവ ഡേയ്സ്. അത് കുട്ടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് യൂസ്ഫുള്ളാണ്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, ഡയബറ്റിസ്, ഹൈപ്പോതൈറോയിഡിസം, ബ്ലഡ് പ്രഷറിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റുകളും ആവശ്യമാണ്. ചില ഇതിപ്പോൾ അമ്മമാർക്ക് ഇപ്പോൾ പ്രഗ്നൻസി നോർമലായിട്ട് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അറൌണ്ട് 37-40 വീക്സിലാണ്. ഇപ്പോൾ ചില കുട്ടികൾ തൂക്കക്കുറവ് മൂലം ജനിക്കാറുണ്ടല്ലോ. നേരത്തെ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ തൂക്കക്കുറവുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? തൂക്കക്കുറവുള്ള കുട്ടികളുണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രിമച്യൂർ ആയിട്ടുള്ള, അതായത് മാസം തികയാതെ വരുന്ന കുട്ടികൾക്ക് തൂക്കക്കുറവുകൾ ആയിരിക്കാം. രണ്ടാമത് അമ്മയ്ക്കുള്ള ചില അസുഖങ്ങളും കുട്ടികൾക്കുള്ള ചില പ്രോബ്ലംസും കൊണ്ട് തൂക്കക്കുറവുണ്ടാവാം. അമ്മയുടെ അസുഖം എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, അതിൽ കുട്ടികൾക്ക് തൂക്കക്കുറവുണ്ടാവും. പിന്നെ ജനറലി അമ്മയുടെ ആരോഗ്യം, അനീമിയ, ഇതിനൊക്കെ റിലേറ്റഡ് കുട്ടിക്കും തൂക്കക്കുറവൊക്കെ ഉണ്ടാവും. അമ്മയുടെ ഇത് ഫുഡിന്. ഇപ്പോൾ ചില സ്ത്രീകൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രമേഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടിക്കും പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടാവുമോ ഭാവിയിൽ? അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഷുഗർ ലോ ആവുന്നതാണ്. അതായത് അമ്മയ്ക്ക് പ്രമേഹം വെച്ചാൽ ബ്ലഡ് ഷുഗർ ഹൈ ആവുന്ന സിറ്റുവേഷനാണ്, ഇൻസുലിൻ്റെ ലെവൽ കുറവായിട്ട്. പക്ഷേ പ്രഗ്നൻസിയിൽ കുട്ടിക്ക് ഹൈ ബ്ലഡ് ഷുഗറിൽ ആ ഒരു എൻവയൺമെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാലും കുട്ടി ഹൈ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് യൂഷ്വലി സൈസ് കുറച്ച് കൂടുതലായിരിക്കാം. ഡെലിവറി കഴിഞ്ഞാൽ അവരുടെ ഷുഗർ നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. അതിന് യു മേ ഹാവ് ടു ഗീവ് സം എക്സ്ട്രാ അഡീഷണൽ ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെ ലോങ് ടേം അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ കുട്ടിക്കും വേറെ അസോസിയേറ്റ് കാർഡിയക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ദോസ് തിങ്സ് വിൽ നീഡ് ക്ലോസ് മോണിറ്ററിങ്. കുട്ടിക്ക് പെർസെ ഡയബറ്റീസ് ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഡയബറ്റീസ് ചില ഫെമിലിയൽ ടെൻഡൻസിയും വേറെ കുറച്ച് ഫാക്ടേഴ്സാണ്, മൾട്ടി ഫാക്ടോറിയലാണ് ഡയബറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിപ്പോൾ ഫെമിലിയൽ ടെൻഡൻസി, ഒരു ഡയബറ്റീസിന് ടെൻഡൻസി ഉണ്ടെങ്കിൽ കുട്ടിക്കും ഡയബറ്റീസ് പക്ഷേ അമ്മയ്ക്ക് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കുട്ടിക്ക് വരണമെന്നില്ല. കുട്ടിയുടെ മെയിൻ പ്രോബ്ലം ഹൈപ്പോഗ്ലൈസിമിയ, ലോ ബ്ലഡ് ഷുഗർ immediately after birth, but usually that settles down after few days if you properly give frequent feeds. അപ്പോൾ ചില കുട്ടികൾക്ക് ജനിച്ചുടനെ മഞ്ഞ നിറം കാണാറുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? ഈ മഞ്ഞ നിറം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ദ ചിൽഡ്രൻ വിൽ ഹാവ് ലിറ്റിൽ ബിറ്റ് ഓഫ് ജോണ്ടിസ്. മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ബിലിറൂബിൻ എന്ന ഇത് ബോഡിയിൽ കൂടുന്നതുകൊണ്ട് അത് നമ്മളെ ഈ ഹിമോഗ്ലോബിൻ ബ്ലഡ് സെൽസ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അങ്ങനെയാണ് ഹിമോഗ്ലോബിൻ, ദെൻ ഇറ്റ് ബിക്കംസ് ബിലിറൂബിൻ. അതാണ് ഈ മഞ്ഞനിറത്തിന് കാരണം. അപ്പോൾ അത് ഒരു 80% കുട്ടികൾക്ക് മഞ്ഞനിറം ഉണ്ടാവാം. മെജോറിറ്റി ഓഫ് ദം ആർ ഫിസിയോളജിക്കൽ. അത് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, ക്ലോസ് മോണിറ്ററിങ് ആവശ്യമുള്ളൂ. ബട്ട് ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് സർട്ടൺ ലെവൽ ഇറ്റ് നീഡ്സ് ബി ട്രീറ്റഡ്. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ഫോട്ടോതെറാപ്പി എന്നാണ്, ലൈറ്റിൻ്റെ അടിയിൽ കിടത്തുക. മുമ്പ് നമ്മൾ സൺലൈറ്റിലൊക്കെ കിടത്തുമായിരുന്നു. ഇപ്പോൾ പക്ഷേ സൺലൈറ്റിന് അത്ര വലിയൊരു എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വി ആക്ച്വലി പ്രിഫർ 24-hour ലൈറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് അതിന് പറ്റി പ്രത്യേക ലൈറ്റുകൾ ഉണ്ട്, അത് ഫോട്ടോതെറാപ്പിയായിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. എസ്പെഷ്യലി അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവ് അല്ലെങ്കിൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് O, ഈ രണ്ട് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് ജോണ്ടിസിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകം മോണിറ്റർ ചെയ്യേണ്ട വേണം. കാരണം എബോവ് സർട്ടൺ ലെവൽ യു വിൽ നീഡ് ടു ട്രീറ്റ് ദാറ്റ്. ബിലോ സർട്ടൺ ലെവൽ നമുക്ക് ഒന്നും ചെയ്യണമെന്നില്ല, ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ മതി. പിന്നെ അത് വെരി ഹൈ ലെവൽ ക്യാൻ കോസ് പ്രോബ്ലംസ്. അതുകൊണ്ടാണ് അതിന് ക്ലോസ് മോണിറ്ററിങ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ പ്രിമച്യൂർ ബേബീസിനും പിന്നെ പ്രോപ്പർലി ഹൈഡ്രേഷൻ കിട്ടാതെ, പ്രോപ്പർ ഫീഡിംഗ് ഒക്കെ കിട്ടാതെ കുട്ടികൾക്കൊക്കെ ഡീഹൈഡ്രേഷനൊക്കെ വരുമ്പോഴൊക്കെ ജോണ്ടിസിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. ചില കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ലേബർ, ഇപ്പോൾ തലയിൽ ചെറിയ ബ്ലീഡിങ് പോലെ അല്ലെങ്കിൽ കെഫൽ ഹെമറ്റോമ അതൊക്കെ ഉണ്ടെങ്കിൽ
ഈ ജോണ്ടിസിന് സാധ്യത കൂടുതൽ. അങ്ങനെ കുട്ടികളെ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കെ. ഈ ഡെലിവറിക്ക് ശേഷം ആശുപത്രി വിടുന്നതിന് മുമ്പ് ചില പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കേണ്ടതില്ലേ? അത് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? സാധാരണ ഇതിൽ BCG എന്നുള്ള ട്യൂബർക്ലോസിസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അത് യൂഷ്വലി യു ഹാവ് ടു ടേക്ക് ആസ് സൂൺ ആസ് പോസിബിൾ, യൂഷ്വലി വിത്തിൻ 72 hours. പക്ഷേ യൂഷ്വലി ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് മൾട്ടി ഡോസ് വയൽസ് ആയതുകൊണ്ട് 1 വയൽ തുറന്നു കഴിഞ്ഞാൽ അപ് ടു 10 ബേബീസിന് കൊടുക്കാമെന്നുള്ളതായിട്ട് മൾട്ടി വയൽ എന്ന് പറയും, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് ചില മിക്കവാറും ഹോസ്പിറ്റൽസൊക്കെ ഇത് ക്ലബ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ വൺസ് ഇൻ എ വീക്ക്, എ പർട്ടിക്കുലർ ഡേ, അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത്, അങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. BCG സെർട്ടൺലി ഗിവൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്. പിന്നുള്ളത് പോളിയോ, ഓറൽ പോളിയോ വാക്സിൻസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനും, ഈ മൂന്നാണ് സാധാരണ കൊടുക്കാറ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്. ഈ കുട്ടികളുടെ ആരോഗ്യത്തിനായിട്ട് പ്രത്യേകം ഭക്ഷണക്രമം എന്തെങ്കിലും പാലിക്കേണ്ടതുണ്ടോ? അമ്മ ഒരു സന്തുലിത ഭക്ഷണം കഴിക്കണം, നല്ലപോലെ വെള്ളം കുടിക്കണം, റിലാക്സ്ഡ് എൻവയോൺമെൻറ്റിൽ ജീവിക്കണം. പിന്നെ അനീമിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ, അയണും ഫോളിക് ആസിഡും റെഗുലേറ്റർ എടുക്കണം. ഇതൊക്കെയാണ് അമ്മയ്ക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ബട്ട് ദെൻ ഇഫ് യു ആർ എക്സ്പെക്ടിങ് പിന്നെ ഇനി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ നീഡ് എ പ്രോപ്പർ ഫോളോ അപ്പ്, ഡോക്ടറുടെ ഫോളോ അപ്പും അതിന് വേണ്ട ചികിത്സാ രീതികളും വേണ്ടിവരും. പിന്നെ പ്രിമച്ചുർ ബേബീസ് ആയിട്ട് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ ഇത് ആദ്യമേ ഇത് വെള്ളം ലീക്ക് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻ്റെ അപ്പോൾ അതിനൊക്കെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ്. പ്രിമച്ചുർ ബേബീസ് ആകുമ്പോൾ അവരുടെ പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, പ്രിമച്ചുർ ലങ്സ്, ഗട്ട്, ബ്രെയിൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അമ്മമാർക്ക് ഇപ്പോൾ പ്രിമച്ചുർ ഡെലിവറി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡെലിവറി പ്രഗ്നൻസിയിൽ നമ്മൾ സ്റ്റിറോയിഡ് ബെറ്റ്നസോൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കാണ്, 2 ഡോസ് കൊടുക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ യു വിൽ നീഡ് സ്പെഷ്യൽ കെയർ. അല്ലാത്തതിന് ഒരു സന്തുലിത ഭക്ഷണം, മെഡിക്കേഷൻ, റെഗുലർ ചെക്കപ്പ്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയുടെ ആദ്യത്തെ 3 മാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ കുട്ടിയുടെ എല്ലാ വളർച്ചയിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 3 മാസം പ്രോബ്ലി മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ്സ് വെൻ ദേ ഹാവ് മേജർ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന ആ സമയത്താണ്. അപ്പോൾ കുട്ടിയുടെ പ്രോപ്പർ ന്യൂട്രീഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇൻഫെക്ഷനും ഒക്കെ സാധ്യതകളുള്ളതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നത്. എനിക്ക് ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് ഈവൻ അപ് ടു 1 year. I should actually say 1000 days from mother's conception to 1 year, 2 year. ആ ഏജാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്താണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്നൊരു സംഭവമുണ്ട്. അതായത് അപ് ടു 1 year കുട്ടികൾ ഡെത്ത് ആവുന്നത്. അപ്പോൾ അതിനാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന്. അപ്പോൾ അതിൽ നമ്മളുടെ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ്. അതായത് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഈസ് ഇൻ ഇന്ത്യ ഈസ് ഇൻ കേരള. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പാർ വിത്ത് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് കുട്ടികളുടെ ഡെത്തൊക്കെ വരുന്നത് ഫസ്റ്റ് 1 monthലാണ്. അപ്പോൾ ആ 1 monthൽ ഈ ഇൻഫെക്ഷൻ റിസ്കുകൾ, അതർ അസോസിയേറ്റ് കൺജനിറ്റൽ അനോമലീസ്, പ്രിമച്ചുർ ബേബീസിൻ്റെ ഡെത്ത്, അങ്ങനത്തെയുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായതുകൊണ്ടാണ് ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു റെഡ്യൂസ് ദറ്റ് ന്യൂനേറ്റൽ ഡെത്ത്. ന്യൂനേറ്റൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1 month. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്താണ് കൂടുതൽ കോംപ്ലിക്കേഷൻസും പ്രോബ്ലംസും ഡെത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ദാറ്റ്സ് പ്രോബ്ലി ദാറ്റ് മേ ബി ദ റീസൺ യു സേ ഫസ്റ്റ് 1 month ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് കുട്ടീനെ എങ്ങനെ ബാധിക്കും? കുട്ടിക്ക് ഭാവിയിലും അത് തൈറോയിഡ് വരാനുള്ള സാധ്യത ഉണ്ടോ? അതല്ലാതെ വേറെ വല്ല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ടോ? അമ്മയുടെ ഈ തൈറോയിഡ് ഹോർമോൺ കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ബാക്കിയുള്ള വളർച്ചയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമ്മ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ യു ഷുഡ് സെർട്ടൺലി ഐഡൻറ്റിഫൈ ആൻഡ് ട്രീറ്റ് അക്കോർഡിംഗ്ലി. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ നോർമൽ തൈറോയിഡ് ലെവൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസിയിൽ യൂഷ്വലി യു ഹാവ് എ ലോ ത്രെഷോൾഡ് ഫോർ ട്രീറ്റിംഗ് ഹൈപ്പോതൈറോയിഡിസം ഇൻ ദ മദർ. അപ്പോൾ സാധാരണ ഇപ്പോൾ TSH എന്ന വാല്യൂ നോക്കിയിട്ടാണ് ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഈവൻ ഒരു ബോർഡർ ലൈൻ ഇതുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴും കുട്ടിയുടെ വളർച്ചയ്ക്കും ബ്രെയിൻ്റെ വളർച്ചയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുള്ളതുകൊണ്ട് അത് ചെയ്യുന്നതാണ്. കുട്ടി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ് ഫോർ ഇൽനെസ്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ, അങ്ങനെ കുറച്ച് കൺജനിറ്റൽ പ്രോബ്ലംസ്, ഗാലക്ടോസീമിയ, അങ്ങനെ കുറച്ച് മെറ്റബോളിക് പ്രോബ്ലംസിനൊക്കെ നമ്മൾ എല്ലാവരെയും ബർത്തിൽ തന്നെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആൻ ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വി ഡു ഫോർ ഓൾ ദ ബേബീസ്. അപ്പോൾ അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് ചൈൽഡ് ഷുഡ് ഓൾസോ ബി ഇവാലുവേറ്റഡ് ഫോർ ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ അത് അമ്മയുടെ തൈറോയ്ഡ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഉണ്ടെങ്കിൽ യു സെർട്ടൻലി നീഡ് ടു ട്രീറ്റ് ഫോർ ഹൈപ്പോതൈറോയിഡിസം. ബിക്കോസ് ആ ഇനീഷ്യൽ 1 or 2 years നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അധികം വളർച്ച
ബ്രെയിൻ്റെ വളർച്ചയൊക്കെ വരുന്നത് ഫസ്റ്റ് 1 or 2 ഇയേഴ്സിലാണ്. അപ്പോൾ ആ സമയത്ത് തൈറോയ്ഡ് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്യുന്നത് ലോങ് ടേം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ പ്രിവെൻറ്റബിൾ കോസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. സോ സെർട്ടൺലി ഇറ്റ് നീഡ്സ് ടു ബി ഡയഗ്നോസ്ഡ് ആൻഡ് ട്രീറ്റഡ് അപ്രോപ്രിയറ്റ്ലി. കുട്ടികൾക്ക് എന്തൊക്കെ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്? വൈകല്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ 2-3 തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഒന്ന് ക്രോമസോമൽ ഡിസോർഡർ. ക്രോമസോമൽ ഡിസോർഡർ എന്ന് വെച്ചാൽ ട്രൈസോമി, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് അത് ക്രോമസോമൽ ഡിസോർഡറാണ്. അത് യൂഷ്വലി കുറച്ച് ഓൾഡർ ഏജും മദറിന് ഓൾഡർ ഏജും ഒക്കെ ഉള്ള സമയത്താണ് അതിനൊരു പോസിബിലിറ്റി ഉള്ളത്. അത് അതുപോലത്തെ വേറെ കുറേ ക്രോമസോമൽ അനോമലി ഉണ്ട്. ട്രൈസോമി 21, 18, 13 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ അതർ ക്രോമസോം. ദെൻ ദർ ആർ ജനറ്റിക് ഡിസോർഡർ. ജനറ്റിക് ഡിസോർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതായത് നമ്മളെ ശരീരത്തിലെ ഓരോ എൻസൈമിൻ്റെ ആക്ടിവിറ്റിക്കുള്ള പ്രവർത്തനത്തിനുള്ള എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി, അപ്പോൾ അതിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള കഞ്ചനിറ്റൽ അനോമലീസ്. പിന്നെ വേറെ ഓരോ ഓർഗൻസ് അനോമലി, ഇപ്പോൾ ഉദാഹരണം ഹാർട്ടിന് റിലേറ്റഡ് പ്രോബ്ലംസ്, യു ഹാവ് കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ്. പലതരത്തിലുള്ള കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. ടെട്രോളജി ഓഫ് ഫാലോ, ഹൈപ്പർപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹാർട്ട് ഡിസീസസ് ഉണ്ട്. ഹാർട്ട് ഡിസീസസ് ചിലതൊക്കെ ലീത്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഹാർട്ട് ഡിസീസ് ഉണ്ട്. കുറേ മുമ്പൊക്കെ പല ഹാർട്ട് ഡിസീസിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് പല ഹാർട്ട് ഡിസീസും നമ്മൾ ആൻറ്റിനേറ്റൽ, അതായത് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്തിട്ട് അത് ഡിറ്റക്ട് ചെയ്യുകയും അതിന് വേണ്ട അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റുകളും കുറേ ഹാർട്ട് ഡിസീസ് ഇപ്പോൾ ട്രീറ്റബിളാണ്. കുറേ സർജിക്കൽ, നിയോനേറ്റൽ സർജിക്കൽ, കാർഡിയക് സർജറി ഒക്കെ ഒരുപാട് പ്രോഗ്രസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഹാർട്ട് ഡിസീസൊക്കെ കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് യു ക്യാൻ ആക്ച്വലി ട്രീറ്റ് മെനി ഓഫ് ദോസ്. ഇപ്പോൾ മുമ്പത്തെ കാലത്തൊക്കെ ഇത് വന്നു കഴിഞ്ഞെങ്കിൽ പ്രോബ്ലി യു ഗിവ് സം പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടീവ് കെയർ അതൊക്കെയാണ്. ഇപ്പോൾ ഡെഫിനറ്റീവ് കറക്റ്റീവ് സർജറീസ് ആർ അവൈലബിൾ. ഈവൻ ദോ മെനി ഓഫ് ദം ആർ എക്സ്പെൻസീവ്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇപ്പോൾ അത് ട്രീറ്റബിളാണ്. അപ്പോൾ ഹാർട്ട് ഡിസീസ്, പിന്നെ മറ്റേ എൻവയോൺമെൻറ്റൽ ഡിസീസ്, ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗർഭപാത്രത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുട്ടീനെയും ബാധിക്കും. കാരണം അമ്മേനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആണല്ലോ ആ കുട്ടി. അപ്പോൾ അങ്ങനെ ഉള്ള ഇൽനെസ്സുകളുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ദാറ്റ്സ് വൈ നൗ ഇറ്റ്സ് ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഗെറ്റ് എ റെഗുലർ ആൻറ്റിനെറ്റൽ ചെക്കപ്പ് ടു ഫൈൻഡ് ഔട്ട് എനി ഓഫ് ദീസ് പ്രോബ്ലംസ്. പിന്നെ ദെൻ മാനേജ് അക്കോർഡിംഗ്ലി. ദാറ്റ്സ് വൈ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ പ്രായമായ സ്ത്രീകൾ ഇപ്പോൾ 45 വയസ്സിലൊക്കെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ? അത് പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞായിരിക്കുമോ? അല്ല, മദറിൻ്റെ പ്രായം കൂടുന്തോറും കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ജനറലി കൂടുതലാണ്. കാരണം മെയിൻ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോമസോമൽ അബ്നോമാലിറ്റീസിൻ്റെ ട്രൈസോമി അങ്ങനത്തെ അബ്നോമാലിറ്റീസിൻ്റെ ചാൻസസ് കൂടുതലാണ്. പക്ഷേ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഐ മീൻ ഒരു 20% ഒക്കെ കൂടുതൽ ചാൻസസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർ റെഗുലറായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പ്, ഇങ്ങനെ എന്തെങ്കിലും അബ്നോമൽ, ഇപ്പോൾ അതിന് ട്രിപ്പിൾ സ്ക്രീനിങ് ഒക്കെ പറയുന്നത്. യു ക്യാൻ ആക്ച്വലി ഐഡൻറ്റിഫൈ ടു സെർട്ടൺ ലിമിറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഇത് ആരാ? ആയാന്നാണ്, ഞാൻ തൃശ്ശൂരിനാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എനിക്ക് ഒരു മോളുണ്ട്, 6 മാസമാണ് മോളുടെ പ്രായം. ഉറങ്ങുമ്പോ വല്ലാതെ ഒരു കുറുങ്ങലുണ്ട്. അതൊരു 4 മാസമൊക്കെ ആയി തുടങ്ങിയപ്പോ ഇങ്ങനെ കുറുങ്ങൽ ഉറങ്ങുമ്പോഴാണ്, അല്ലാതെ സ്ലീപ്ലെസ് ആവുന്ന രീതിയിലാണ് ആള്. സമാധാനമായിട്ട് ഉറങ്ങാറില്ല. എപ്പോഴും ഇങ്ങനെ കുറുങ്ങൽ കാരണം കൊണ്ട് എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. രാത്രിയൊക്കെ അല്ലാതെ അസ്വസ്ഥത കാണിക്കാറുണ്ട്. ഞാനിപ്പോ കാര്യമായിട്ട് ഡോക്ടേഴ്സിനായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ സംശയം, ഇത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത്. കുട്ടി ഉറക്കത്തിൽ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒന്നുകിൽ ഈ കുട്ടികൾക്ക് കഞ്ചനറ്റൽ ലാരഞ്ചോ മലേഷ്യ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് അവരുടെ വോക്കൽ കോഡ് എയർവേ ഒക്കെ കുറച്ച് ഫ്ലോപ്പി ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു നോയ്സി ബ്രീതിങ് തന്നെ ഉണ്ടാവും. പൊതുവെ അവർ ഇത്തിരി ശ്വാസം വലിക്കുമ്പോഴൊക്കെ ഒരു നോയ്സി ഇങ്ങനെ ഒരു ബ്രീതിങ് ഉണ്ടാവുക, ഒരു നോയ്സി ബ്രീതിങ് ഉണ്ടാവും. അത് കഞ്ചനിറ്റൽ ലാരഞ്ചിയൽ സ്ട്രൈഡർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ യൂഷ്വലി വേറെ ആ സമയത്ത് നീലനിറം വരികയോ ശ്വാസം മുട്ട് വരികയോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി. പിന്നെ വേറെ ഒന്ന് കുറുങ്ങൽ വരുന്നത് ഈ അപ്പർ എയർവേയിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് നേസൽ കഞ്ചഷൻ, ഇപ്പോൾ കോൾഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പർ വേറെ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ബ്രീതിങ് കുറച്ച് നോയ്സി ആയിട്ട് വരാം, കുറുങ്ങലായിട്ട് വരാം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ജനറലി അവരുടെ ബ്രീതിങ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും.
ബ്രീതിങ് റേറ്റ്. അപ്പോൾ ഉദാഹരണമായിട്ട് നല്ല സ്ലീപ്പിങ് ഉറങ്ങുന്ന സമയത്ത് ബ്രെത്ത് റേറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്രീത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അത് യൂഷ്വലി ഒരു അപ് ടു 30-35 അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 50 പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ കുട്ടി ഇൻ ആൻഡ് ഔട്ട്, അത് ദാറ്റ്സ് 1 ബ്രെത്ത്. അതുപോലെ എത്ര പ്രാവശ്യം ബ്രെത്ത് എടുക്കണമെന്ന് നോക്കുക. അതിപ്പോൾ 50-നോ 55-നൊക്കെ മേലെയാണെങ്കിൽ യു മേ ഹാവ് ടു ലുക്ക് ഫോർ അണ്ടർലൈങ് പ്രോബ്ലംസ്. ഇപ്പോൾ വേറെ അണ്ടർലൈങ് ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലംസോ ഇൻഫെക്ഷനോ നോക്കണമെന്ന് നോക്കുന്നത്. മോസ്റ്റ് പ്രോബിൾ ഒന്നുകൂടെ പറഞ്ഞാൽ, മോസ്റ്റ് പ്രോബിളി ഇറ്റ് ഈസ് കൺജനിറ്റൽ ലാരിഞ്ചസ് സ്ട്രൈഡർ, ഒരു ഫ്ലോപ്പി ലാരിങ്സ് അതൊക്കെ ആവാൻ, അല്ലെങ്കിൽ അപ്പർ എയർവേയിലുള്ള സെക്രീഷൻസ് ഒക്കെ ആവാനാ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഡോക്ടർ, കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എപ്പോൾ മുതൽ കട്ടിയായ ആഹാരം കൊടുത്തു തുടങ്ങാം? ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് അപ് ടു 6 months. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്കാണ് എപ്പോഴും നല്ലത്. കാരണം അത് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ വിത്തൗട്ട് ഇത് ന്യൂട്രീഷണൽ വാല്യൂ മാത്രമല്ല, അമ്മയുടെ ബോണ്ടിങ്ങും ഒരുപാട് കാര്യങ്ങൾക്ക് അത് നല്ലതാണ്. അപ്പോൾ 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡാണ് ഇപ്പോൾ എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ 4 മാസം കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 6 months കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ലിറ്റിൽ ബിറ്റ് വീനിങ്. ഇപ്പോൾ നമ്മൾ റാഗിയൊക്കെ നമ്മൾ തുടങ്ങുന്നത്, റാഗി, കായപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങാറുള്ളത്. ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഓരോരോ ഇഷ്യൂ, ചില സമയത്ത് പാല് തികയാതെ വരികയോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത കുട്ടികൾക്ക് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ഇല്ല, അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിട്ട് കാണാം. അങ്ങനെ ചിലപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് ഫീഡിന് പലപ്പോഴും ഫെയിലിയർ വരുന്നത് അതിൻ്റെ കുറച്ച് ടെക്നിക്സാണ്. അപ്പോൾ കുട്ടി അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഫീഡിങ് പൊസിഷൻസ്, പിന്നെ അമ്മയുടെ മാനസികാവസ്ഥ, പിന്നെ അമ്മയുടെ പ്രോപ്പർ റെസ്റ്റ്, ന്യൂട്രീഷൻ, ഇതൊക്കെ റിലേറ്റഡ് ആണ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ വരുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ. അപ്പോൾ അത് ബേസിക്കലി ഈ നമുക്ക് ഈ ബ്രസ്റ്റ് മിൽക്കിന് 2 തരമുണ്ട്. ഹൈൻ മിൽക്ക്, ഫോർ മിൽക്ക് എന്ന് പറയും. ആദ്യം വരുന്നതാണ് ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി തിൻ. അത് ബേസിക്കലി നമ്മളുടെ ആ ദാഹം മാറാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഹൈൻ മിൽക്ക്, പുറകിലുള്ള മിൽക്കാണ് ആക്ച്വലി കട്ടി ഉള്ള മിൽക്ക്. ദാറ്റ് ഹെൽപ്സ് ടു ഗെയിൻ ദ വെയിറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം 1-2 കാര്യങ്ങൾ. ഒരു വശം ഫീഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു കംപ്ലീറ്റ്ലി എംപ്റ്റി വൺ സൈഡ് ബിഫോർ ഗോയിങ് ടു ദ അതർ സൈഡ്. ചിലപ്പോൾ കോൾ ഉണ്ട്. ഹലോ ആരാ? ഞാൻ മഞ്ജു ആണ്. എവിടെ നിന്നാണ് മഞ്ജു വിളിക്കുന്നത്? എനിക്ക് 4 മാസമായ ഒരു കുഞ്ഞുണ്ട്. ഡോക്ടർ, മോന് മോശം പോകുന്നുണ്ട്. അത് 2-3 തവണയായിട്ട് തുടർച്ചയായിട്ട് പോകുന്നു. സാധാരണ കുട്ടികളെ പോലെ പെട്ടെന്ന് കത്തിക്ക് പോകുന്നില്ല. അതിനെ പറ്റി ചോദിക്കാൻ. ഓക്കെ. സാധാരണ ഈ ന്യൂ ബോൺ ബേബീസിന്, ഈ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന ബേബീസിനെ സംബന്ധിച്ചിടത്തോളം ലാക്ടോസ് എന്ന് പറഞ്ഞ ഒരു ഷുഗറാണ് ബ്രസ്റ്റ് മിൽക്ക് ഉള്ളത്. അപ്പോൾ അത് ആദ്യം ഈ കുട്ടികളുടെ ഡൈജഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ മിൽക്ക് കൊടുക്കുന്നതനുസരിച്ച് ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് 15 പ്രാവശ്യമൊക്കെ വരെ ഒരു ദിവസം മോശം പോകാറുണ്ട്, വിച്ച് ഈസ് നോർമൽ. അതിന് കൂടെ 1-2 കാര്യം ശ്രദ്ധിക്കുന്നത്, കുട്ടിക്ക് വെയിറ്റ് വയ്ക്കുന്നുണ്ടോ, കുട്ടി ആക്റ്റീവ് ആണോ, വോമിറ്റിംഗ് ഉണ്ടോ, അബ്ഡോമൻ ഡിസ്റ്റൻഷൻ ഉണ്ടോ, ഇങ്ങനത്തെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 times ഒക്കെ വരെ ന്യൂ ബോൺ പീരീഡിൽ പോകുന്നത് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഗ്രാജുവലി അതിൻ്റെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അത് 15 പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ 8 പ്രാവശ്യം, 4 പ്രാവശ്യം, പിന്നെ 3 പ്രാവശ്യം, അങ്ങനെ കുറഞ്ഞ് ബൈ 4 months 5 months ഒക്കെ ആകുമ്പോൾ അവർ അതിൻ്റെ ഹാബിറ്റ് കുറഞ്ഞ് ചിലപ്പോൾ ദിവസം 1 പ്രാവശ്യം, ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒക്കെ പോകുന്നത്. അത് ഓരോ കുട്ടികളും വേരിയേഷൻ ഉണ്ട്, എല്ലാവരും ഒരേപോലെയല്ല. പക്ഷേ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി മാറി വരാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത്, കുട്ടി വെയിറ്റ് വെക്കുന്നുണ്ടോ, കുട്ടി ആക്റ്റീവ് ആണോ, പിന്നെ മോശം പോകുന്നതിൽ ബ്ലഡ് വല്ലതും ഉണ്ടോ, ഇങ്ങനത്തെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതർവൈസ് യൂറിൻ ഔട്ട്പുട്ടൊക്കെ നോർമലാണെങ്കിൽ ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. ഒരു ട്രാൻസിഷൻ ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ള ഒരു സംഭവമാണ് അത്. പിന്നെ ബേബി ആസ് ഹി ഗ്രോസ് ഡൈജഷൻ വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് ദെൻ ഹിൽ ബി ഏബിൾ ടു ഡൈജസ്റ്റ് ബെറ്റർ ആൻഡ് ദെൻ ഹിസ് ഫ്രീക്വൻസി ഷുഡ് കം ഡൗൺ. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അടുത്ത് വെയിറ്റ് നോക്കിയിരുന്നോ? വെയിറ്റ് കുട്ടിയുടെ കുട്ടിയുടെ വെയിറ്റ് വല്ലതും നോക്കിയിരുന്നോ? 8 കിലോ. 8 കിലോ ആക്ച്വലി ഓൺ ദ ഹയസ്റ്റ് സൈഡ്. അതിന്റെ ബർത്ത് വെയിറ്റ് എത്രയുണ്ടായിരുന്നു?
ജനിക്കുമ്പോ തൂക്കം എത്രയുണ്ടായിരുന്നു? 3.5 കിലോ. അപ്പോൾ ആക്ച്വലി വെയിറ്റ് ഗെയിൻ നല്ലപോലെ ഉണ്ട്. ആക്ച്വലി വെയിറ്റ് 8 കിലോ എന്ന് പറയുന്നത് ആക്ച്വലി ഓൺ ദ ഹയസ്റ്റ് സൈഡാണ്. യൂഷ്വലി ഒരു 5 മാസമൊക്കെ ആകുമ്പോഴൊക്കെ ഒരു യൂഷ്വലി 7 കിലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് പ്രോബ്ലി ഇറ്റ് ഇസ് ഓക്കെ. ഇറ്റ്സ് എ നോർമൽ വേരിയന്റ് ഓഫ് സ്റ്റൂൾ എന്ന് എനിക്ക് തോന്നുന്നു. ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ, അതോ പൊടിയൊന്നും കൊടുക്കുന്നില്ല? അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് തിങ്ക് യു നീഡ് ടു വറി. ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഇപ്പോൾ മോശം പോണിൽ ബ്ലഡ് ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇല്ല. ഓക്കെ. ഇപ്പോൾ കമഴാനൊക്കെ തുടങ്ങിയോ? ഓക്കെ വെരി ഗുഡ്. ഓക്കെ ശരി. മഞ്ജു ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളെല്ലാവരും തന്നെ ജോലി തിരക്കിലാണ്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് എന്ത് ആഹാരമാണ് പ്രിഫർ ചെയ്യുക ഡോക്ടർ? ഈവൻ ജോലി തിരക്കാണെങ്കിലും ഇഫ് പോസിബിൾ ബ്രസ്റ്റ് ഫീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് 4 months ഒക്കെ പോസ്റ്റ് ഡെലിവറി ഒരു റെസ്റ്റ് പീരീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും യു ക്യാൻ കണ്ടിന്യൂസ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ്. അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ജോബ് പാറ്റേൺ, ഇപ്പോൾ ഒരു മിഡ് ഡേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ്. പിന്നെ അത് പറ്റില്ല എങ്കിൽ അതർ ഓപ്ഷൻ ഈസ് യു ക്യാൻ ആക്ച്വലി എക്സ്പ്രസ് യുവർ മിൽക്ക് ആൻഡ് ദെൻ കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ്. അത് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുട്ടിക്ക് കൊടുക്കാം, പല ഇൻ്റർവെല്ലായിട്ട് കൊടുക്കാം. പിന്നെ ഈവൻ ഇഫ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് സഫിഷ്യൻറ്റ് യു ക്യാൻ ട്രൈ സം ഫോർമുല ഫീഡ്. ഇപ്പോൾ പല വേരിയസ് ഫോർമുലാസ് പൊടിപ്പോൾ അത് അവൈലബിൾ ആണ്. But we don't encourage all this formula feed, but then if it is needed you may have to use it. പക്ഷേ only thing is നമ്മൾ ഈ ഫോർമുല ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജനറലി കുട്ടികൾക്ക് ബ്രസ്റ്റ് സക്കാനുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയും. അത് ബോട്ടിൽ ഈസ് ഓൾവേസ് ഈസി ടു സക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കുട്ടികൾ 2-3 പ്രാവശ്യം ബോട്ടിൽ കുടിച്ചാൽ പിന്നെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യാതെ വരും. അപ്പോൾ പിന്നെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ കുറഞ്ഞു വരും. അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. രണ്ടാമത് ഈ ഫോർമുല അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ്ഡ് മിൽക്ക് കൊടുക്കുമ്പോൾ യു നീഡ് ടു ബി വെരി കെയർഫുൾ ഇൻ ടേംസ് ഓഫ് ഹൈജീൻ. നമ്മളത് ഹൈജീൻ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഡയറിയ അങ്ങനത്തെ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ പിന്നെ ഈ ഫോർമുല ഫീഡ് ചെയ്ത കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ജനറലി കൂടുതലാണ്. അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ നത്തിങ് ടു വറി ആസ് ലോങ് ആസ് യു ഹാവ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ സംസാരിച്ചോളൂ. പറയൂ. എന്റെ മകന്റെ കുഞ്ഞിന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറയൂ. 4 മാസമേ ഉള്ളൂ പ്രായം. പക്ഷെ ഈ മോഷൻ പോവുകയില്ല. അത് ഒരാഴ്ചയൊരിക്കൊക്കെയാണ് കുറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 10 ദിവസം 15 ദിവസമൊക്കെ ആകുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ വേറെ എന്തെങ്കിലും അസ്വസ്ഥതയൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഈ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യണം? അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ വിളിച്ചത് ഇതുപോലെ ഫ്രീക്വൻ്റ്ലി പോകുന്നതാണ്. ഇപ്പോൾ നേരെ തിരിച്ച് ഷോർട്ടായിട്ട് ഇൻ്റർവെൽ കൂടുതലാവുന്നതാണ്. ഇത് മോസ്റ്റ് പ്രോബബിളി ഇത് ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ പ്രോഗ്രഷൻ ആയിരിക്കാം. പക്ഷെ 10 ദിവസം വരെ പോകാതിരിക്കുക എന്ന് പറയുന്നത് ലുക്സ് സ്ലൈലി അബ്നോർമൽ ടു മീ. ഒരു 7 days ഒക്കെ വരെ നമ്മൾ ടോളറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ ശരിക്കും എമിനൻ്റലി ട്രീറ്റബിൾ ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡയഗ്നോസ്. അപ്പോൾ ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ മോഷൻ പോകുന്ന അവിടെ ചില ടൈറ്റ്നെസ് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് കുറച്ചൊരു റെക്ടൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ചിലപ്പോൾ കുട്ടിക്ക് ആ മോശം പോകുന്ന അവിടെ പൊട്ടിപ്പോവുക അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടി പിന്നെ മോശം പെയിൻ കാരണം കൊണ്ട് പിന്നെ കൂടുതൽ ഹോൾഡ് ചെയ്ത് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഒന്ന് ഡോക്ടറിനെ കാണിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി ഹൈപ്പോതൈറോയിഡിസം ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ പ്രോപ്പർലി ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടിക്ക് ഇപ്പോൾ വെയിറ്റ് ഇപ്പം അടുത്തെങ്ങനെ നോക്കിയിട്ടുണ്ടോ? പ്രസവത്തിൽ തൂക്കം എത്രയുണ്ടായിരുന്നു? 2,800. അപ്പോൾ വെയിറ്റ് ഗെയിൻ അപ്രോപ്രിയേറ്റ് ആണ്. ഇപ്പം 4 മാസത്തിൽ 6 മോർ ദാൻ ഡബിൾ ബർത്ത് വെയിറ്റ് ആയില്ല. അപ്പോൾ വെയിറ്റ് ഗെയിൻ നോർമലാണ്. കുട്ടി ഇപ്പൊ കമിഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഡെവലപ്മെന്റ്സ് ഓൾസോ ലുക്സ് നോർമൽ ടു മീ. അപ്പോൾ മേ ബി ദർ ഇസ് നത്തിങ് സീരിയസ്. പക്ഷേ ഈ 2 കാര്യങ്ങളൊന്നും അറിയാനായിട്ട് ഒരു തൈറോയിഡ് ഫംഗ്ഷനും പിന്നെ റെക്ടൽ എക്സാമിനേഷൻ ഹെർട്സ്പ്രങ്സ് ഡിസീസ് അങ്ങനത്തെ വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റേ മോശം പോകുന്ന അവിടെ സ്ട്രിക്ചർ ഉണ്ടോ, നാരോയിങ് ഉണ്ടോ, അതിനാണ് ഈ ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആനൽ സ്ട്രിക്ചർ. ആ മോശം പോകുന്ന ആ ഏരിയയിൽ ശരിക്കും
ശരിക്കുള്ള വികസനം ഇല്ലാതെ വരിക, അവിടെ നാരോയിങ് വരുമ്പോൾ കുട്ടിക്ക് മോശം അങ്ങനെ തടഞ്ഞു കിടക്കും. മനസ്സിലായില്ലേ? ഹെർട്സ്പ്രങ്സ് ഡിസീസ് എന്നാണ് പറയാത്. അതൊക്കെ ഡോക്ടർമാരോട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഏരിയയിലൊന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ടൈറ്റ് ആണോ എന്നൊക്കെ നോക്കി, അവിടെ എംപ്റ്റി ആണോ എന്നൊക്കെ നോക്കുക. അങ്ങനെ ചില പരിപാടികൾ അത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണം ബേസിക്കലി യു കണ്ടിന്യൂ. പിന്നെ ചില എന്തെങ്കിലും ചെറിയ ലാക്സേറ്റീവ്സ് പോലൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. 10 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സപ്പോസിറ്റൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈ 2 കാര്യങ്ങളില്ലാന്ന് റൂൾ ഔട്ട് ചെയ്യുക കേട്ടോ. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ്റെ സമയയോടെ അവസാനിക്കുകയാണ്. എന്നോട് സഹായിച്ച ഡോക്ടറിനെ വളരെയധികം നന്ദി. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി.